من الشيطان الرجيم بسم الله الرحمن الرحيم أيحسب الإنسان أن لن نجمع عظاما بلى قادرين على أن نسوي بنانا സൂറത്തുൽ ഖിയാമ അധ്യായം 75 ആയത്തിൻ്റെ നമ്പർ 3-4. അല്ലാഹു തആല പറയുന്നു, അയഹ്സബുൽ ഇൻസാനു, അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമാണ്, മനുഷ്യന്മാരൊക്കെ വിചാരിക്കുമോ അല്ലൻ നജ്മ ഇളാമ, അവൻ്റെ എല്ലുകൾ അത് ഒരുമിച്ച് കൂട്ടി അവനെ നാം മഹ്ശറയിൽ പുനർജന്മം നൽകുകയില്ല എന്ന് അവൻ വിചാരിക്കുകയാണോ? എന്നാൽ അള്ളാഹ് പറയുന്നു, കേട്ടോളൂ, ബല, അതെ, ഖാദിരീന അല അൻ നുസവ്വിയ ബനാന, മനുഷ്യൻ്റെ വിരൽത്തുമ്പ് അത് ഓരോ മനുഷ്യൻ്റേതും മറ്റൊരു മനുഷ്യൻ്റെ വിരൽത്തുമ്പിനോട് സമമല്ലാതെ അതുപോലും ഡിഫറൻ്റായി സൃഷ്ടിക്കാൻ അള്ളാഹു കഴിഞ്ഞവനാണ് എന്ന് ഖുർആൻ പറയുന്നു. സഹോദരന്മാരെ, മുശ്രിക്കുകൾക്ക് മക്കയിൽ അവിശ്വാസികളായ ആൾക്കാർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? അത് ഖുർആൻ മറ്റേ സ്ഥലത്ത് സൂറത്തുൽ വാഖിയയിൽ പറയുന്നു, വകാനൂ യഖൂലൂന അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമ, ഞങ്ങൾ മരിച്ചുപോയാൽ, അവർ മക്ക മുശ്രിക്കുകളായ ആൾക്കാർ റസൂലുള്ളാഹിനോട് ചോദിക്കും, മുഹമ്മദേ, ഞങ്ങൾ മരിച്ചുപോയാൽ, ഞങ്ങൾ മണ്ണും അതുപോലെ ഡസ്റ്റുമായി തീർന്നാൽ, ഇന്നാല മബ്ഊസൂൻ, ഞങ്ങൾ അല്ലാഹു പുനർജന്മം നൽകാനുണ്ടോ? അവ ആബാഉനൽ അവ്വലൂൻ, ഞങ്ങളും ഞങ്ങൾക്ക് കഴിഞ്ഞുപോയ ഞങ്ങളെ പിതാമഹന്മാരും മുമ്പൊക്കെ മരിച്ചുപോയ അവരും ഇങ്ങനെ അവരെ പുനർജന്മം നൽകാനുണ്ടോ? അല്ലാഹു തആല പറയുന്നു, അതിന് മറുപടിയായി അല്ലാഹു തആല പറഞ്ഞതായി അതേ ഖുർആനിൽ കാണുന്നു, ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, നബിയെ തങ്ങൾ അവരോട് പറഞ്ഞോളൂ, നിങ്ങൾ ആദ്യം കഴിഞ്ഞു പോയവരെയും പിന്നെ വന്നവരെയും എല്ലാവരെയും അള്ളാഹു മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടും. ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന സകല ആൾക്കാരെയും ഒരുമിച്ച് കൂട്ടും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പറഞ്ഞ കാര്യമാണിത്. എന്നാൽ ഈ നിലക്ക് അള്ളാഹ്ക്ക് ഒരുമിച്ച് കൂട്ടാൻ, മരിച്ചു പോയവരെ പുനർജന്മം നൽകാൻ അള്ളാഹ്ക്ക് പ്രയാസമല്ല. എന്നാൽ അള്ളാഹു പറയുന്നു, അതെന്തിന് പറയണം? അതിനേക്കാളും പ്രയാസമുള്ള കാര്യമല്ലേ? ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും വിരൽത്തുമ്പുണ്ട്. ഈ വിരൽത്തുമ്പ് ഒരു മനുഷ്യന്റെ വിരൽത്തുമ്പ് പോലെ ഈ ഫിംഗർ ടിപ്സ് മറ്റൊരാൾക്കുണ്ടാവില്ല. ഈ കാര്യം സഹോദരന്മാരെ, ഇത് ഖുർആൻ പണ്ടേ പറഞ്ഞു. അങ്ങനെ ഏകദേശം 1400 വർഷങ്ങളായി ഖുർആൻ ഇറങ്ങിയിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ കാര്യം ഇത് ഇന്നത്തെ സയൻസ് ശരിവെക്കുകയാണ്. 1880 ഒരു സയന്റിസ്റ്റ് വന്നു, അദ്ദേഹത്തിന്റെ പേര് ഫ്രാൻസിസ് ഗോൾട്ട് എന്നാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ലോകത്ത് ഒരു മനുഷ്യനിക്കുള്ള വിരൽത്തുമ്പുകൾ മറ്റൊരു മനുഷ്യനെ പോലെയില്ല. അതിനയാൾ എന്താ പറഞ്ഞത്? കാരണം അത് ഒരു മനുഷ്യന്റെ വിരലിന്റെ ഈ തുമ്പ് അത് മാറ്റിയെടുക്കും. എന്തെങ്കിലും ഒരു അപകടം കൊണ്ടോ ഇവിടെ ഇത്ര സ്ഥലം പോയി, എന്നിട്ട് ആ തൊലി നഷ്ടപ്പെട്ടു, അവിടുത്തെ ഇറച്ചിയൊക്കെ നശിഞ്ഞുപോയി. എന്നിട്ട് ശരീരത്തിന്റെ അവന്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയോ ശരീരത്തിന്റെ ഭാഗമെടുത്ത് അവിടെയൊക്കെ കവർ ചെയ്തു, അത് തുന്നിപ്പിടിപ്പിച്ചു. 2-3 മാസം കഴിഞ്ഞു, അതവിടെ രക്തവും തൊലിയും ഒക്കെ കൂടി. ഇപ്പോ അയാളുടെ ഇയാളെ ഈ കൈ നേരത്തെ ആ ഫിംഗർ ടിപ്സിൽ അവൻ വെച്ചതുപോലെ ഒന്നും കൂടി അവിടെ പ്രസ് ചെയ്താൽ, ഇവൻ നേരത്തെ ഇവന്റെ ആധാർ കാർഡോ അവിടെ റെഡിയായിട്ടുണ്ടെങ്കിൽ ഇവൻ അവിടെ പോയി കൈവച്ചാൽ മറ്റൊരുത്തന്റെ അടയാളമല്ല അവിടെ വരുന്നത്, ഇവന്റെ തന്നെയാണ്. അപ്പൊ നാം ചിന്തിച്ചു നോക്കുക, മറ്റൊരുത്തന്റെ വിരലിന്റെ അടയാളം വെച്ചാൽ അവന്റെ വിരലിന്റെ അടയാളമല്ലേ വരേണ്ടത്? പക്ഷേ ഇറച്ചി പിടിച്ചപ്പോൾ അത് അവൻ നേരത്തെ അവനെ പ്രസവിച്ചപ്പോൾ ഏത് നിലക്കായിരുന്നു നമ്മുടെ ഈ വിരലിന്റെ ഈ ചെറിയ അടയാളം ഉണ്ടായിരുന്നത്? അതേ നിലക്കുള്ള അടയാളം വരുമെന്നാണ് അവിടെ നിന്നതാ സഹോദരന്മാര് വിജ്ഞാനികൾ പറയുന്നത്.
അപ്പൊ ഇത് ഏറ്റവും ഈ കാര്യം ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ, അത് ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും ജപ്പാനിലായാലും ഏത് സ്ഥലത്തും കള്ളന്മാരെയും കൊള്ളക്കാരെയും ദറോടക്കാരെയും പിടിക്കാൻ വേണ്ടി ഈ അടയാളത്തത ഉപയോഗപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, ഇതിനാ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിന്റെ അടയാളങ്ങൾ വെച്ച് നോക്കുന്നവരുണ്ട്, അതിന്റെ വകുപ്പ് വേറെയുണ്ട്. നമ്മെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സയന്റിഫിക് ഒരുപാട് പുരോഗമനം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അവർ കണ്ടെത്തിയ ഒരുപാട് വിശേഷതകളെല്ലാം അത് പാളീസായിപ്പോയി, അത് പിടിച്ചു നിൽക്കാതെ വന്നുപോയി. പക്ഷേ ഇപ്പൊ ഇവർക്ക് അവസാനമായി പിടിക്കാൻ കിട്ടിയത് പരിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വിരലടയാളം മാത്രമാണ്. കണ്ണിന്റെ അടയാളം ഖുർആൻ പറഞ്ഞിട്ടില്ല, മറ്റു അടയാളങ്ങൾ ഖുർആൻ പറഞ്ഞിട്ടില്ല. കാരണം അള്ളാഹു അല്ലേ പറയുന്നത്, അള്ളാഹ്ക്കറിയാം. അതൊക്കെ കണ്ണിന്റെ അടയാളം ഈ ഗൾഫിലൊക്കെ പോകുന്ന ആൾക്കറിയാം. നമ്മളെ കണ്ണിങ്ങനെ ടെസ്റ്റ് ചെയ്യും ഇവിടെ അല്ലേ, ചെയ്തിട്ട് എന്നിട്ട് ഇവ പറയുന്നു ഒരാളെ പോലത്തെ കണ്ണിന്റെ അടയാളം മറ്റൊരാൾക്കുണ്ട്. അപ്പൊ പിന്നെ അത് പോയില്ലേ. എന്റെ കണ്ണിന്റെ അടയാളം പോലത്തെ ഒരു അടയാളം മറ്റൊരാൾക്കും കൂടിയുണ്ട് സെയിം എന്ന് പറഞ്ഞാൽ അവിടെ ആ വാദം പൊളിഞ്ഞു. കാരണം എന്നെ പോലെ മറ്റൊരാൾക്ക് പോയിട്ട് അവിടെ അഭിനയിക്കാം, ഞാനാണെന്ന് മറ്റൊരാൾക്ക് പോയി അവിടെ പറയാം. അതേസമയം എന്റെ കൈവിരൽ കൊണ്ട് ഇവിടെ ഒരു അടയാളപ്പെടുത്തിയാൽ ആ അടയാളം മറ്റൊരാൾക്ക് ലോകത്താർക്കും ഉണ്ടാവില്ല. ഇത് ഖുർആൻ പറഞ്ഞതാണ്. വലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. എന്നാൽ ഇത് ഇന്നേ വരെ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇത് ഖുർആൻ പറഞ്ഞതാണ്. എന്നാൽ ഇത് കണ്ടുപിടിച്ച 1880-ലാണ്, ഈ അടുത്താണ്. പക്ഷെ 1400 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അല്ലാഹു പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, ആയാതു ഹഖ്ഖിൻ മിനർ റഹ്മാനി മുഹദ്ദസത്തുൻ ഖദീമത്തുൻ സിഫത്തുൽ മൗസൂഫി ബിൽ ഖിദമി ലം തഖ്തരിൻ ബി സമാനിൻ വഹിയ തുഖ്ബിറുനാ അനിൽ മആദി വഅൻ ആദിം വഅൻ ഇറമി. ഇത് ഹക്കായ ദീനാണ്, ഹക്കായ ഖുർആനാണ്. ലോകത്തൊരാൾക്കും ഈ ഖുർആനെ എതിർക്കാൻ, ഖുർആനെ വെല്ലുവിളിക്കാൻ ഇതുവരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല. ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നവർ, അള്ളാഹുവിന്റെ റസൂലിനെ കുറ്റം പറയുന്നവർ, സുബ്ഹാനല്ലാഹ് പർദ്ദ ധരിച്ചതിനു വേണ്ടി ജീവനോടെ കൊല്ലുന്നവരെല്ലാം വന്നു, എങ്ങനെയുള്ളവരും വന്നു. പക്ഷേ ഇതുവരെ ഇസ്ലാമിന്റെ ഒരു നയത്തിന്, ഖുർആന്റെ ഒരു വാക്യത്തിന്, ഖുർആൻ പറഞ്ഞ ഒരു സെന്റൻസ് അത് തെറ്റാണെന്ന് വാദിക്കാൻ ഇന്നേ വരെ ലോകത്ത് ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. കാരണം ഇത് ആയാതു ഹഖ്ഖിൻ മിനർ റഹ്മാനി മുഹദ്ദസത്തുൻ ഖദീമത്തുൻ സിഫത്തുൽ മൗസൂഫി ബിൽ ഖിദമി. ലോകം സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളെയും പടച്ച അല്ലാഹു തആല ഉണ്ടാക്കിയതാണ്. അവൻ പറഞ്ഞ ഒരു കാര്യം നാം ചിന്തിക്കണം. ഇവിടെ നമുക്ക് ചിന്തിക്കാൻ മറ്റൊരു കാര്യമുണ്ട്. ഖുർആൻ ഇത് വല്ല സയൻസായിട്ട് പറഞ്ഞൊന്നുമല്ല കേട്ടോ. ഖുർആൻ ഈ കാര്യം പറഞ്ഞ സയൻസായിട്ട് പറഞ്ഞൊന്നുമല്ല, വലിയൊരു തേങ്ങാക്കൊലയായി പറഞ്ഞതൊന്നുമല്ല, ആനത്തലയായി പറഞ്ഞതല്ല. ഖുർആൻ അന്നത്തെ അറബികളോട് സാധാരണ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. അപ്പൊ ആ സിമ്പിൾ ക്വസ്റ്റ്യനാണ് ഇന്ന് ഏറ്റവും വികസിച്ച, ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ശാസ്ത്രം ഇന്ന് അവർക്ക് വലിയ കാര്യമായത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കമ്പ്യൂട്ടറും ഒരു ഇന്റർനെറ്റും ഒരു റഡാറും ലോകത്ത് വരാത്ത കാലത്ത് അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിമ്പിളായി പറഞ്ഞ ഒരു കാര്യം ഇന്ന് വലിയ കാര്യമാണ്. അപ്പൊ നാം ഇത്